ഹായ്, ഞാൻ റഫീഖ് മഹാരാജ ഗോൾഡൻ ഡയമണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഇറ്റാലിയന്റെ 4 ഗ്രാമിന്റെ അടിപൊളി നെക്ലസ് ഞാൻ കാണിച്ചു തരാം. 4 ഗ്രാമിലെ അടിപൊളി നെക്ലസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇറ്റാലിയൻ ഡെയിലി യൂസ് 916 ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ്. എല്ലാം ഈ 18 കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ റോസ് ഗോൾഡ് വരുമ്പോൾ 916 ആണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ 916 BASന്റെ ഐറ്റംസ് ആണ് ഈ കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി നെക്ലസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത്. പുത്തമ്പള്ളി ബാക്ക് സൈഡിൽ പള്ളിക്കുളം ജംഗ്ഷനിലാണ്, ഞങ്ങളുടെ പള്ളിക്കുളം റോഡിലാണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത്. ആ ഏരിയയിൽ തന്നെയാണ് ഈ ജ്വല്ലറിയുടെ കംപ്ലീറ്റ് ഏരിയ. ആ ഏരിയയിൽ തന്നെയാണ് ജ്വല്ലറി എല്ലാം, ആ ഏരിയയിൽ തന്നെയാണ് ഹോൾസെയിലിൻ്റെ. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെഡ്ഡിങ് പാർട്ടികൾക്കൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വെഡ്ഡിങ് സെറ്റാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പഴയ സ്വർണം എടുക്കാനോ വിൽക്കാനോ പണയത്തിലിരിക്കുന്നത്, ഈ പണയത്തിൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണയം വെക്കണേൽ നല്ലത് വിൽക്കലാണ്. നിങ്ങൾക്കത് വഴിയെ മനസ്സിലാവും. അത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും വന്നിട്ടിരിക്കുന്നത്. നമ്മളെ പ്രതീക്ഷ എടുപ്പിക്കാമെന്നും പറഞ്ഞായിരിക്കും പണയം വെച്ചിരിക്കുന്നത്. പക്ഷേ അത് എൻ്റെ അഭിപ്രായത്തിൽ പണയം കൊണ്ടേ വെക്കരുത്. അതിനുള്ളിൽ വിറ്റുകളയ കാര്യം. ആ ക്യാഷ് ഉണ്ടെങ്കിൽ, ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ മേക്കിംഗ് ചാർജ് പോലും 5% മേക്കിംഗ് ചാർജൊക്കെ വരുള്ളൂ. അത്രയും പൈസ കൊടുത്താൽ പുതിയ ഐറ്റം കിട്ടും. ഞാനതാണ് എപ്പോഴും എല്ലാവരോടും പറയുന്നത്, പണയം വെക്കൽ നഷ്ടമാണ്. നമ്മളുടെ ചിന്ത മേടിക്കുക എന്നുള്ളതാണ്, എടുപ്പിക്കാം, വിറ്റ് പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതൊരു അവിടെ ഇരുന്ന് തന്നെ ചിലപ്പോൾ വിറ്റ് പോകും. ആ സാധനം അവിടെ നിന്ന് തന്നെ പോകും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പലിശ അടച്ചതിന് ശേഷമായിരിക്കും ഇനി വിറ്റേക്കുക എന്നുള്ള ചിന്ത വരുന്നത്. അപ്പോൾ അത്രയും പലിശയും പോവും, നമ്മളെ സാധനം പോവും. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ 4 ഗ്രാമിൻ്റെ നെക്ലസ് ആണ്. ഞാനിപ്പോൾ ഈ പണയത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. 4 ഗ്രാമിൻ്റെ നെക്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പീസേ വെച്ചിട്ടുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ. 916 4 ഗ്രാമിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കാണിക്കാൻ പോകുന്നത്. നല്ല ടീനേജിനും യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല അടിപൊളി നെക്ലസ് ആണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെഡ്ഡിംഗ് പാർട്ടിക്കൊക്കെ നല്ല അടിപൊളി വെഡ്ഡിംഗ് സെറ്റ് കൂടി ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ ഷോറൂമിലും. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും ഇതുപോലുള്ള കിടിലം വീഡിയോസ് ആയിട്ടായിരിക്കും ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത്. നമ്മൾക്ക് വേറെ ഒന്നും വലിച്ചു നീട്ടി പറിച്ച കാര്യങ്ങൾ പറയുന്നില്ല, നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. ഓക്കെ. കേരളത്തിലെ നമ്പർ 1 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറി ആയ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയ്റ്റ് ബുട്ടീക് ഡിസൈനർ ജ്വല്ലറി ഇപ്പോൾ തൃശ്ശൂരിലും. ഫസ്റ്റ് കാണിക്കുന്ന നെക്ലസ് 4710 ആണ് ഇതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. 4710. ഇത് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിലുള്ള ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാം. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഡബിളായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയണ്ട, ഇത് കണ്ടില്ലേ, 4710 ആണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇടണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ഇത് നേരത്തെ വന്നിട്ടുള്ള ഐറ്റം, പക്ഷെ അത് ആ ചെയിൻ മോശമായിരുന്നു, പെട്ടെന്ന് പൊട്ടിപ്പോവായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനാണ് വന്നിരിക്കുന്നത്. നല്ല ലാസ്റ്റിംഗ് ഉള്ള ചെയിനാണ്. 4710 ഇന്നത്തെ റേറ്റ് 4440 വെച്ചാണെങ്കിൽ 23850 ഇന്നത്തെ റേറ്റിൽ എടുക്കേണ്ടി വരും. ക്യാഷ് വരും. ഇറ്റാലിയനാണ്, പുറത്തുനിന്ന് വന്ന ഐറ്റമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഡബിളായിട്ടുണ്ടാവും. പക്ഷേ അത് ഉള്ളിൽ പോയാൽ സിംഗിളായിട്ടായിട്ടുള്ളതാണ്. ഡബിളായിട്ടുള്ള ഒരു ലോക്കറ്റാണ് ഉള്ളിൽ. ആ ഉള്ളിൽ എന്താ പറയേണ്ടത്, ബോർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. ബോറിൽ സിലിണ്ടറും പിസ്റ്റനും ബോർ ചെയ്ത് വെക്കില്ല. ഞാൻ വണ്ടിയുടെ കാര്യമാണ് പറയണത്. ഞാൻ എന്ത് പറഞ്ഞാലും വണ്ടിയുടെ കാര്യത്തിലേക്ക് പോകും. ബോർ ചെയ്ത് കയറ്റിയിരിക്കുന്ന പോലത്തുള്ള അങ്ങനെയുള്ള ഒരു ഐറ്റമാണ്. ഇത് കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? നിങ്ങൾ കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറ. നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. പിന്നെ ഈ കാണിക്കുന്ന എരമല്ലൂർ ഷോപ്പാണ്. ഇതും നോക്കി കാലടി അല്ല തൃപ്പൂണിത്തുറ ചെന്നാൽ ചിലപ്പോൾ അവിടെ ഉണ്ടായില്ല. ഏത് ഷോപ്പിലാണ് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം മാത്രം പോകാനായിട്ട്. മിക്കതും ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഞങ്ങൾ ഇത് ഓർഡർ വരും. അപ്പം അങ്ങനെ കൊടുക്കലാണ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ടെന്ന് ഞാൻ എപ്പോഴും പറയണം. അല്ല അവിടെ വന്നിട്ട് എന്നെ വഴക്ക് പറയരുത്, അവിടെ കാണിച്ച ഐറ്റം ഒന്നും അവിടെ ഇല്ലായിരുന്നെന്ന് പറയരുത്. ഞാൻ ഓരോ കടയുടെയും ഓരോരോ കളക്ഷൻ കാണിച്ചിട്ടിരിപ്പുണ്ട്. ഇടക്കിടക്ക് കാണിക്കും ആ കടയിൽ എന്ത് കളക്ഷനാണ് ഉള്ളതെന്നുള്ള. ഇടക്കിടക്ക് അങ്ങനെ കളക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ബോക്സ് ചെയിനാണ്, നല്ല 6 പിടിയുണ്ട്, നല്ല ഭംഗിയുള്ളതാണ്. ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ടിരിക്കുകയാണ്. ആ വെയിറ്റിൽ തന്നെ വന്ന ഒരു ഹാർട്ടാണ്. ഹാർട്ട് വിട്ടിട്ട് ഒരു കളി എനിക്കില്ല. ആ സൈസ് സാധനമാണ്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ല. എൻ്റെ ഒരു വീക്കെൻഡ്സാണ് ഹാർട്ട്. ഹാർട്ടിൻ്റെ ഒരു അല്ലേ, നല്ല ഭംഗിയല്ലേ ഹാർട്ട്. ചരിഞ്ഞ ഹാർട്ടാണ്. ആ കിടപ്പ് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഭംഗിയുള്ള ഒരു ഹാർട്ടാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ഭാര്യയ്ക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ്. 4 ഗ്രാം 4710, ഏകദേശം 10-24 രൂപ അടുപ്പിച്ച ഇന്നത്തെ റേറ്റ് അനുസരിച്ച് വരുവുള്ളൂ. 23,850
അത്രയ്ക്ക് ഏകദേശം 4710 ആണെങ്കിൽ വരുവുള്ളൂ. എങ്ങനെയുണ്ട് ഈ ഐറ്റം? ഇറ്റാലിയൻ്റെ ഐറ്റംസ് ആണ് ഇതൊക്കെ, പുറത്തുനിന്ന് വന്ന ഐറ്റംസ് ആണ്. റോസ് ഗോൾഡിൽ 916 BASൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ചെയിൻ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ടിട്ട് എടുക്കില്ലായിരുന്നു. ചെയിൻ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടാവും, കാര്യം അത് പെട്ടെന്ന് ഒടിഞ്ഞു പോണ ചെയിനായിരുന്നു. ഞാനിവിടെ സെയിൽ ചെയ്യാതെ വെറുതെ വെച്ചേക്കുന്ന സാധനം വരെ പൊട്ടിപ്പോയി. പക്ഷേ ഈ ചെയിൻ നല്ലൊരു ചെയിനാണ് വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്ന് പൊട്ടിയില്ല, പക്ഷെ ചിലവരൊക്കെ ഇട്ടാൽ അവർ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കും. ഇരുമ്പ് തുരുമ്പാക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഇട്ടാൽ സൂക്ഷിക്കാത്തവരെന്നാണ് അതിന്. ഇത് ഇങ്ങോട്ട് വലിച്ചു കീറിയൊക്കെ ഇങ്ങോട്ട് ഊരിയെടുത്താൽ ഇതിൻ്റെ പരിവൊക്കെ ഇടാവും. അങ്ങനെയുള്ള ഐറ്റംസ് അല്ല, നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കുറേ ഐറ്റംസിലാണിത്. ഈ ലൈറ്റ് വെയിറ്റ് ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കണം, അല്ലാതെ കടക്കാരെ പിന്നെ കുറ്റം പറയരുത്. ഈ ലൈറ്റ് വെയിറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ 18 ആണെങ്കിൽ പിന്നെ എങ്ങനെ കളിച്ചാലും കുഴപ്പമുണ്ടായില്ല. ചിലവർ അതും പൊട്ടിക്കും, അത് പൊട്ടിച്ചവർ പിന്നെ ജ്വല്ലറി ഇടരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം അതൊന്നും ഒരിക്കലും പൊട്ടാത്ത ഐറ്റംസാണ്. അതിൻ്റെ 600 മില്ലിയുടെ ഇച്ചിരി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പിന്നെ അതെടുത്തിട്ടില്ല. 600 മില്ലിയുടെ ആ മാലയുണ്ടല്ലോ, അത് ചെറിയ മിക്കവരിക്കും കുറച്ച് പേരിക്കൊക്കെ അത് പൊട്ടിപ്പോയി എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. 600 മില്ലിയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇടേണ്ടത് ഡെയിലി യൂസിന് അത് പറ്റില്ലായിരുന്നു. ആ 1.5 ഗ്രാമിൻ്റെ ഒക്കെ മാലയൊക്കെ നല്ല ഭംഗിയാണ്. ഈ ഐറ്റം എങ്ങനെയുണ്ട്? ഹാർട്ടിൻ്റെ ചെറിയൊരു സിൽക്കോൺ സ്റ്റോണൊക്കെ ചെയ്തിട്ടാണ് ഉള്ളിൽ വെച്ചിരിക്കുന്ന. ഡയമണ്ട് എടുക്കുന്നവർക്ക് ഇതൊക്കെ എടുത്തോ? ഡയമണ്ട് കൊണ്ടേ കാശ് കൊടുത്തെടുക്കണവർക്കൊക്കെ ഇതെടുത്തോ? കണ്ട ഡയമണ്ട് പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾ ഈ ഡയമണ്ടാന്നും പറഞ്ഞ് നിങ്ങളൊരു ആഗ്രഹപ്പുറത്ത് നടക്കലല്ലാതെ എങ്ങനെ തിരിച്ചറിയും? അങ്ങനെയുള്ള ഐറ്റംസാണ്. അടുത്തത് വെക്കണം 4110, ഒരു സിമ്പിളായിട്ടുള്ള ഒരു 4110. ഇതിപ്പോൾ ഈ ഐറ്റംസ് ഉള്ളത് വേറെ ഷോപ്പിലൊന്നും ഉണ്ടായില്ല, എരമല്ലൂർ ഷോപ്പിലാണ് ഈ ഐറ്റംസ് ഉള്ളത്. വേണമെങ്കിൽ ഓൺലൈൻ ഡെലിവറി ചെയ്യാം. ഓൺലൈൻ ഡെലിവറിയിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ എടുത്തു തരുന്നതാണ്. അങ്ങനെയുള്ള ഐറ്റംസാണ്. നോക്കേണ്ട 4110 ഏകദേശം ഉണ്ട്. ഞാൻ പറയാം, ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മില്ലിയുടെ വ്യത്യാസം ഉണ്ടാവും. 4110 ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ഏകദേശം 20,800 വരുന്നുണ്ട്. ഇറ്റാലിയൻ്റെ നല്ല കിടിലൻ നെക്ലസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഐറ്റം? ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചാനലിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഐറ്റംസാണ്. നല്ല ഭംഗിയുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും ഞാൻ കൊണ്ടുവന്ന് കാണിക്കുന്നത്. കുറച്ച് പീസൊക്കെ ഉണ്ടാവുള്ളൂ, കാര്യം ഇത് വന്നിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടാവുക. ഇപ്പോൾ വാച്ച് വന്നത് അത് ആകെ 2 പീസേ വന്നുള്ളായിരുന്നു. ആ 1 പീസ് പോയി. പിന്നെ അതിന് ഒരുപാട് പേര്, ഈ 3/4 പോയിൻ്റ് ഒരുപാട് പേര് ഓർഡർ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അടുത്ത വാച്ചിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ വിളിച്ചവർക്കൊക്കെ അടുത്ത വാച്ചിൻ്റെ കളക്ഷൻ ഞാൻ വരുന്നുണ്ട്. 6 ഗ്രാമിലൊക്കെ വാച്ച് ഇവിടെ കിട്ടാനാണ്. അങ്ങനെയുള്ള ഐറ്റംസാണ്. വെറൈറ്റി എപ്പോഴും നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടായിരിക്കണം. ഗോൾഡ് കുറച്ചേ ഉള്ളെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിൽ എപ്പോഴും നല്ല. എനിക്ക് അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ ഈ ഗോൾഡിന് എന്താ പറയണ, കൂടുതൽ വലിച്ചു വാരിയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ ചാനൽ കണ്ടോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയുള്ള ഐറ്റംസ് ഇടണമെന്ന്. നിങ്ങൾക്ക് ഏകദേശം ഐറ്റം വരും. നിങ്ങളുടെ കയ്യിൽ കിടക്കണ ഈ കാശ് മറ്റേ എന്താ പറയുക കേരള വർക്കൊക്കെ പൊളിച്ച് കളയാൻ തോന്നും. അപ്പം തന്നെ സിമ്പിളായിട്ടുള്ള ലാസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ മാത്രം ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഈ ഐറ്റം കണ്ട് വരുമ്പോൾ അങ്ങനെയുള്ള ഐറ്റം മതി എന്നുള്ള ചിന്ത വരും. ഇപ്പോൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ എടുക്കുന്ന കേരള വർക്കൊക്കെ എടുക്കൽ കുറഞ്ഞിട്ടുണ്ട്. ഈ ബ്യൂട്ടിക്കായിട്ടുള്ള ഐറ്റംസാണ്. കാര്യം ഈ കല്യാണം കഴിഞ്ഞിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം മേക്കിംഗ് ചാർജ് ഉൾപ്പെടെ ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാം, എങ്ങനെയുള്ള ഐറ്റംസാണ്. തൃശ്ശൂരിലൊക്കെ നല്ല അടിപൊളി വെഡ്ഡിങ് സെറ്റാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ തൃശ്ശൂർ ഷോപ്പിൽ. ഷോപ്പ് ചെറുതാണ്, പക്ഷെ കളക്ഷൻ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത ഐറ്റംസാണ് അവിടെ വെഡ്ഡിങ്ങിന് വെച്ചിരിക്കുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട് നമ്മളുടെ വെഡ്ഡിങ്. കാര്യം ഈ അവിടെ മൊത്തം കേരളയാണ്. മേക്കിംഗ് ചാർജ് നോക്കണവർ അവിടെ 2.5-3% കേരള ഉണ്ട്. അത് ഞാൻ ഡിസ്പ്ലേ പോലും ചെയ്തിട്ടില്ല, താഴെ വെച്ചിട്ടുണ്ട്. ആ ഐറ്റംസ് ഉണ്ട്. അല്ലാത്ത നല്ല അടിപൊളി ബ്യൂട്ടിക്കായിട്ട് ഐറ്റംസ് എടുക്കണമെങ്കിൽ അവിടെ പോയി നല്ല അടിപൊളി ഐറ്റംസാണ് വെഡ്ഡിങ്ങിന്. ലൈറ്റ് വെയിറ്റുമാണ്, നമുക്ക് അത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വെഡ്ഡിങ് കഴിഞ്ഞ് അറിയാൻ പറ്റും. പിന്നെയും മേക്കിംഗ് ചാർജ് കൊടുത്ത് മാറണ്ടേ? കേരളയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേരളയുടെ ഡൈ വർക്കൊക്കെ എടുത്താൽ പിന്നെയും മേക്കിംഗ് ചാർജ് കൊടുത്ത് പിന്നെയും മാറണം. അതിന് നല്ലത് ഒറ്റ ട്രിപ്പ് എടുക്കുക. കല്യാണത്തിൻ്റെ അന്ന് ഇപ്പോൾ പൊലിമ കാണിക്കലൊക്കെ മതിയായി. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ എല്ലാവരും കല്യാണത്തിന് ഇടുന്നത്. 1, 2, 3 പീസ് ഉണ്ടല്ലോ, വളരെ റെയർ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. നമ്മൾ അതിലായിരിക്കും ശ്രദ്ധ. ഈ കേരള വർക്കിൽ ഡൈൽ വർക്കിലൊക്കെ എല്ലാവരും കണ്ടു മടുത്തതാണ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെയർ മാലകളോ അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള വേറെ മാലകളൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.
നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ, പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തുടങ്ങിയവ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സത്യസന്ധമായ ഇടപാടുകളും സേവനങ്ങളുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ വിളിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും. മാർക്കറ്റ് വില, പേപ്പർ വില 10 രൂപ കുറവിൽ ഞങ്ങൾ എടുക്കുന്നു തുടങ്ങി തെറ്റിദ്ധരിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ ഞങ്ങൾക്കില്ല. സ്വർണം ഹീറ്റ് ചെയ്യുമ്പോൾ 3 ഗ്രാം കുറവ്, ഓവർ മെൽറ്റിംഗ് ലോസ് എന്നിങ്ങനെയുള്ള ഹിഡൻ ചാർജസും ഇല്ല. സ്വർണത്തിന്റെ പ്യൂരിറ്റി അറിയാൻ ജർമ്മൻ നിർമ്മിത പ്യൂരിറ്റി അനലൈസർ മെഷീൻ തുടങ്ങി ഒട്ടേറെ സവിശേഷതകൾ. സത്യസന്ധത പരസ്യത്തിൽ മാത്രമല്ല, ഓരോ ഇടപാടുകളിലും അനുഭവിക്കൂ. നിങ്ങളുടെ ഓരോ തരി പൊന്നിനും വിലയേറിയ മൂല്യം. ഉണരൂ ഉപഭോക്താക്കളെ, ഉണരൂ. പൊതുജന താൽപര്യാർത്ഥം സാധാരണക്കാരുടെ സ്വർണ്ണാഭരണശാല മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, അരൂർ, എരമല്ലൂർ, തുറവൂർ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.